ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിലെ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്ന ഒരു സീക്രട്ട് ഫീലിങ്സ് നോക്കാം. എന്ന് വെച്ചാൽ അവർ പുറമേ പ്രകടിപ്പിക്കാതെ, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വഴക്കോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കാം. ഇവർക്ക് നിങ്ങളോട് ഭയങ്കരമായ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇവർ പുറമേക്ക് കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ അതിൽ വളരെയധികം നിരാശ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അത് തന്നെയാണ് ഇവരുടെ മനസ്സിൽ യഥാർത്ഥമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. അവരെന്തെങ്കിലും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് പിടിക്കുന്ന ഫീലിങ്സ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അവരുടെ ഒരു സീക്രട്ട് ഫീലിങ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്നതിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും അവരുടെ പേരാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മൈൻഡിലേക്ക് കൊണ്ടുവരിക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 6 ഓഫ് കപ്സ് ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. 6 ഓഫ് സോർഡ്സ്, പേജ് ഓഫ് പെന്റക്കിൾസ്, കിങ് ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ്, 4 of wands, 4 of cups, 10 of swords, hierophant, 7 of wands, fool energy, 9 of swords, emperor, star energy, world energy, 2 of cups, 7 of cups. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ചാരിയറ്റ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന സ്പ്രെഡ് പോലെ തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ ഒരു എനർജി പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വീക്കാണ്. വീക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്ത് കൂട്ടുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നില്ല. ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഒരു കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന രീതിയിലുള്ള ഒരു ആൻസർ അതിവർ നൽകാൻ തയ്യാറായിട്ടില്ല. ഇവര് ഇമോഷൻസ് ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ അവർ ഹോൾഡ് ചെയ്താണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഇമോഷൻസ് ഹോൾഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ കാട് കയറുന്നു. നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൽ മര്യാദക്ക് ഒരു ക്ലാരിറ്റി നൽകാതെ അവർ ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ നിരാശ നിങ്ങളെ വളരെയധികം തളർത്തിയിരിക്കുന്നതായിട്ട് ഇവിടെ കാണാം. വളരെ പെട്ടെന്ന് നിങ്ങൾ ഒരു ട്രാൻസ്ഫർമേഷൻ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആഗ്രഹിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ തന്നെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു പേഴ്സണിലേക്ക് ഭയങ്കരമായിട്ട് ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് തന്നെ ഇവരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് തന്നെ ഇവരാണ് എന്നുള്ളൊരു മെന്റാലിറ്റിയിലായിരിക്കാം നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഒരു ഡ്രീം വേൾഡ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ അവര് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ ഒരു കെയറിങ്, ആ ഒരു കെയറിങ്ങും സ്നേഹവും തന്നെയാണ് നിങ്ങളെ കൊണ്ട് ഈ ഒരു അഡിക്ഷനിലേക്ക് എത്തി നിർത്തിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇവർ പെട്ടെന്ന് ഇവർക്ക് വന്നിരിക്കുന്ന ഒരു ചേഞ്ച് ആണ് നിങ്ങൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദേഷ്യവും കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നുമില്ല. പല പല സംശയങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിൽ കുന്നുകൂടിക്കൊണ്ടേയിരിക്കുന്നു. അത് ഇവരായിട്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താത്തതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഓവർ തിങ്കിങ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഒരു എനർജി ലോ ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു എനർജി കുറച്ചധികം ലോ ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഹൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് നിങ്ങളോട്
കൂടുതലായിട്ട് ഒരു കമ്മ്യൂണിക്കേഷന് തയ്യാറാകുന്നുണ്ടാവില്ല. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ അവർ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നത് തന്നെയാണ്. കാരണം ഇവർ പുറമേ കാണിക്കുന്ന നിങ്ങളോടുള്ള ദേഷ്യം എന്ന് പറയുന്നത് അതൊരു മുഖംമൂടി തന്നെയാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ കടന്നു പോകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവര് അവരുടെ ജീവിതത്തില് നിങ്ങൾ അറിയാത്ത എന്തോ ഒരു വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ പെയിൻഫുൾ ആയ ഒരു അവസ്ഥ, വളരെ വേദനാജനകമായ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷെ അവർക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് എല്ലാം ഏറ്റു പറയണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇവിടെ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ അവരുടെ കരിയർ റിലേറ്റഡ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, പേഴ്സണൽ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങളെ ചതിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു പേഴ്സൺ അല്ല. കാരണം ഇവർ മനസ്സുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു പറയാനും സറണ്ടർ ചെയ്യാനും തയ്യാറാണ്. പക്ഷേ നിലവിൽ അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ കാഠിന്യം എന്ന് പറയുന്നത് അവർക്ക് തന്നെ ഒരു എന്താ പറയാ മാനേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സിലേക്ക് അവർ എത്തിയിട്ടില്ല. ആദ്യം അവരൊന്ന് ഓക്കെ ആവട്ടെ എന്നുള്ള രീതിക്ക് നിൽക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് എല്ലാവർക്കും മുന്നില്, ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ മാത്രമല്ല സൊസൈറ്റിയുടെ ഒക്കെ മുന്നിലാണെന്നുണ്ടെങ്കിലും ഇവരുടേതായ ഒരു പദവി കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തികളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പേഴ്സൺ പെട്ടെന്ന് അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ സങ്കടമാണെങ്കിലും വിഷമാണെന്നുണ്ടെങ്കിലും അതും കൂടെ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും അത് പറ്റണം എന്നില്ല. അങ്ങനെ ഒരു കോംപ്ലക്സ് നിങ്ങളുടെ വ്യക്തിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കുറച്ചധികം സ്റ്റക്ക് ആകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ പുറമേ കാണിക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങൾ ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും അവരുടെ ഹൃദയത്തോട് ഇപ്പോഴും അവർ നിങ്ങളെ ചേർത്ത് തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. പൂർണ്ണമായിട്ട് നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു വ്യക്തികളല്ല. ദേഷ്യവും കാര്യങ്ങളും കാണിക്കുന്നതിന് പിന്നിൽ അവർക്കൊരു കാരണമുണ്ട്. അത് നിങ്ങളോട് പറയാൻ അവർ തയ്യാറുമാണ്. പക്ഷെ നിലവിൽ അവർ കുറച്ച് സ്റ്റക്ക് ആയിട്ടും അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് അവരെ തന്നെ ഒരു ഓക്കെ ആക്കാനുള്ള ഒരു സമയമായിരിക്കും അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിലവിൽ ഇവിടെ നോക്കുവാണെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ നീക്കങ്ങളും നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിൽ വരുന്ന ചേഞ്ചസും അതുപോലെ ഇവരോട് നിങ്ങൾ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ സൈലന്റ് ആയിരിക്കാം, ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കാം, ഇടയ്ക്കിടയ്ക്കാണെങ്കിലും നിരന്തരമായിട്ടല്ലെങ്കിലും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഇവരുടെ മനസ്സിൽ ആ ഒരു സീക്രട്ട് ഫീലിങ്സിലേക്ക് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഇവിടെ നമുക്ക് ബോട്ട് ഓഫ് ദി ഡെക്കിൽ തന്നെ വന്നിരിക്കുന്നത് ഇമോഷൻസ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നവരാണ്. പക്ഷെ ഇവരുടെ ഈ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഹൈഡിങ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ബന്ധം മുന്നോട്ടേക്ക് സക്സസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് അവരിപ്പോൾ ചില കാര്യങ്ങളെ ഒന്ന് മാനേജ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവരൊന്ന് ശരിയായി വന്നതിന് ശേഷം എല്ലാം ഷെയർ ചെയ്യാം എന്നുള്ള മെന്റാലിറ്റിയിൽ മനസ്സിൽ വരുന്ന എല്ലാവിധ ഇമോഷൻസ്, അവർക്ക് പല സമയത്ത് ദേഷ്യമാണെന്നുണ്ടെങ്കിലും സങ്കടമാണെന്നുണ്ടെങ്കിലും നിങ്ങളോടൊരു നീതി നൽകണം എന്നൊരു ചിന്തയാണെന്നുണ്ടെങ്കിലും ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അതിനെയെല്ലാം അവർ കൺട്രോൾ ചെയ്ത് ഇപ്പൊ നിലനിർത്തിയിരിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ ഒരു വിജയം വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ്. ഓക്കെ, നമുക്കൊരു ജസ്റ്റിസ്, ഓക്കെ, മജീഷ്യൻ എനർജിയും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ബന്ധം, അതായത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ഇവരുടെ ലൈഫിൽ നിന്നും ഒരിക്കലും വിട്ടുപോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നില്ല. വളരെ സ്ട്രോങ് ആയിട്ട് നിരന്തരമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുമുണ്ട്. നിങ്ങളോട് നല്ല രീതിയിൽ നീതിപൂർവ്വം തന്നെ പ്രവർത്തിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ഇവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരു പക്ഷെ മറ്റാരേക്കാൾ കൂടുതലായിട്ട് ഇവർക്ക് അനുഭവിച്ചറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അവർ അത്രത്തോളം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ്സ് ആണ് ഓരോ നിമിഷവും പഴയ കാലങ്ങള്. മാത്രമല്ല നിങ്ങൾക്ക് അവരോടുള്ള ഒരു ജെന്യുവിനിറ്റി, സ്നേഹം അത് വ്യക്തമായിട്ട് അവർക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ളതായതുകൊണ്ട് തന്നെ നീതിപൂർവ്വം മാത്രമേ നിങ്ങളോട് പ്രവർത്തിക്കൂ എന്നുള്ളത് അവർ നിരന്തരം അവരുടെ മനസ്സിനോട് തന്നെ പറയുന്നുണ്ട്. എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ നിങ്ങളുടെ വ്യക്തിയിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഏറ്റു പറയാനുള്ള ഒരു മനസ്സും ഇവരിലുണ്ട്. ഇവർ എല്ലാ രീതിക്കും സറണ്ടർ ആവാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഇവർ ആദ്യമേ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എല്ലാ രീതിയിലും ഒന്ന് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, എല്ലാം ഒന്ന് ക്ലിയർ ആവാനായിട്ട് ഉള്ള മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ സ്പിരിച്വൽ കണക്ഷൻ, യൂണിവേഴ്സിനോട് വളരെയധികം അടുത്ത് നിൽക്കുന്നു. വളരെ പെട്ടെന്ന് ഈ റിലേഷൻഷിപ്പിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനും ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി നൽകി അതിലൊരു വിജയം, വളരെ പ്രതീക്ഷയോടുകൂടി അതിലൊരു വിജയം അവർ നോക്കി കാണുകയും ചെയ്യുന്നുണ്ട്. മനസ്സുകൊണ്ട് ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പഴയ കാലങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അവർക്കും വളരെയധികം ആഗ്രഹമുണ്ട് നിങ്ങളെ ഒന്ന് ചേർത്ത് നിർത്തണം എന്നുള്ളതും എല്ലാ കാര്യങ്ങളും നിങ്ങളോടൊന്ന് തുറന്ന് പറയണം എന്നുള്ളതും നിങ്ങളുടെ ഇമോഷൻസിനൊക്കെ നല്ല വാല്യൂ കൊടുക്കണം എന്നുള്ളതും ഒക്കെ മനസ്സുകൊണ്ട് ഇവർ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് ഇവരുടെ ലൈഫിൽ
ചില സമയങ്ങളിൽ ചില ടെംപ്റ്റേഷൻസിൽ ഇവർ അകപ്പെട്ടു പോയിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ചില പ്രലോഭനങ്ങളിലേക്ക് ഇവർ അകപ്പെട്ടു പോയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു പ്രലോഭനങ്ങളിലേക്ക് ഇവർ അകപ്പെട്ടു പോയതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഗ്യാപ്പ് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ആ ഒരു ഗ്യാപ്പ് സംഭവിച്ചിരിക്കുന്ന സാഹചര്യത്തെ അവരിപ്പോ മാറണം എന്ന് ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളോടൊന്ന് ഏറ്റു പറയണം. കാരണം ഈ ഒരു സാഹചര്യം ഇപ്പൊ ഒരു എന്തിലേക്കാണോ പ്രലോഭനത്തിലേക്ക് അകപ്പെട്ട് അവർ മാറിപ്പോയിരിക്കുന്നത്, അത് ഏത് സിറ്റുവേഷനും ആയിക്കൊള്ളട്ടെ, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് കണക്ട് ചെയ്യുക. അത് ഏത് സാഹചര്യം ആണെന്നുണ്ടെങ്കിലും അവിടെ അവരിപ്പോ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ട് ഈ ഒരു വ്യക്തി എന്തോ ഒരു കാര്യം ലൈഫിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിന്മേൽ അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് വേദനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ഹാപ്പിനെസ്സോ കാര്യങ്ങളോ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല. മാത്രമല്ല ട്രാൻസ്ഫോർമേഷൻ വേണമെന്നൊരു ചിന്തയും. ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും അവർക്ക് ചുറ്റിനും ആരൊക്കെ ഉണ്ടെങ്കിലും, അവരുടെ ഫാമിലി ഉണ്ടായിരിക്കാം, അവർക്ക് നല്ല സാമ്പത്തിക ഉയർച്ച ഉണ്ടായിരിക്കാം, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് നിങ്ങളുമായിട്ടുള്ള പഴയ നിമിഷങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു കാലഘട്ടം, അതിലേക്കാണ് ഇവരുടെ മനസ്സ് പോകുന്നത്. മാത്രമല്ല നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് ഇവർ മാറി നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും, മാറി നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ വേദനയോടുകൂടി ഒരു സ്ഥലത്തേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് ഇവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്, അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് വേദനിക്കുന്നതായിട്ട് ഈ ഒരു സമയത്ത് കാണാം. അപ്പൊ ഇതുവരെയൊന്നും ഇങ്ങനെ ഒരു എന്താ പറയുക ഇമോഷൻസോ കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യാതിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അറിയുന്നില്ല അവരുടെ മനസ്സ് എന്താന്നുള്ളത്. ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങൾ വേദനിക്കുന്നത് കാണുമ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. കാരണം അവരിൽ ഭയങ്കരമായ ഒരു കുറ്റബോധം ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. അവർ കാരണം നിങ്ങൾ വേദനിക്കേണ്ടതായിട്ട് വരാണ്. അവരുടെ ഭാഗത്തു നിന്ന് പറ്റിയിരിക്കുന്ന mistake ആണ്. already അവർ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് hide ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, hide ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഏറ്റു പറഞ്ഞോളാൻ ചിലപ്പോൾ നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും share ചെയ്തോളൂ എന്നുള്ളത്. പക്ഷെ ഇവരത് share ചെയ്യാൻ തയ്യാറായിട്ടില്ല. അതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. ഒരുപക്ഷേ ഇവർ ചെയ്തിരിക്കുന്ന തെറ്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്താന്നുള്ളത്. അവര് ആ ഒരു കാര്യം ഇവരായിട്ട് തന്നെ നിങ്ങളോട് പറയണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ വീണ്ടും വീണ്ടും ഇവര് നിങ്ങളോട് hide ചെയ്യുന്നു, ദേഷ്യം കാണിക്കുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് വീണ്ടും വീണ്ടും വേദനിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തില് ഇവര് പക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ഇവരുടെ കാര്യങ്ങൾ അറിയാം എന്നുള്ളത്. ഇവരത് ഇപ്പോഴും ഒന്ന് balance ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പറയാം എന്നുള്ള ഒരു mentality യിലാണ്. നിരന്തരമായിട്ടും ഓരോ സമയങ്ങളിലും, പ്രത്യേകിച്ച് night time ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അവര് ചിലപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഭയങ്കര തിരക്കാണ് എന്നുള്ളത് പറയുക. ഇനിയിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു no contact situation ൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുക. പക്ഷെ അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും നിരന്തരമായി നിങ്ങളെ കുറിച്ച് ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ഹൃദയത്തില് ഇപ്പോഴും അവർ ആ ഒരു സ്നേഹത്തെ, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെയും അതോടൊപ്പം നിങ്ങൾക്ക് അർഹമായ സ്നേഹത്തെയും ഒരു മുത്ത് പോലെ കാത്തു സൂക്ഷിച്ച് തന്നെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സമയത്ത് വേദനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ person ഉം ആ ഒരു വേദന അനുഭവിക്കുന്നുണ്ട്. അവർക്കും നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റുപറയണം എന്നൊരു ആഗ്രഹമുണ്ട്. അർഹമായ രീതിയിലുള്ള സ്നേഹം ഇങ്ങനെ ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കാതെ, ഈ ഒരു secret feelings എന്ന് പറയുമ്പോൾ നിങ്ങളോട് പുറത്തേക്ക് കാണിക്കാത്ത സ്നേഹമാണ്. അപ്പൊ അങ്ങനെ secret ആയിട്ട് വെക്കാതെ അത് പ്രകടമായിട്ട് തന്നെ നിങ്ങൾക്ക് നൽകാനും, മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു commitment, ഒരു strong commitment, അത് നിങ്ങൾക്ക് again നല്ല strong ആയിട്ട് തന്നെ നൽകിയിട്ട് നിങ്ങളുടെ relationship നെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും ഒരു happiness നിലനിർത്താനും ആത്മാർത്ഥമായിട്ട് തന്നെ ചിന്തിക്കുന്നവരാണിത്. സന്തോഷകരമായ ഒരു പരിസമാപ്തി തന്നെ relationship ൽ വേണം എന്നുള്ള ഒരു ആഗ്രഹം അത് ഇവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ എത്രയും വേഗം അവർ പോയ സ്ഥലത്ത് നിന്നും, അല്ലെങ്കിൽ അവർ പോയ സ്ഥലം എന്ന് പറയുമ്പോൾ gap ഇട്ട് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചെത്തണം എന്നുള്ളൊരു ചിന്തയൊക്കെ ഇവരിൽ വന്നിട്ടുണ്ട്. കാരണം നിങ്ങളുടെ വേദനകൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ അനുഭവിക്കുന്ന ഒരു strugglings, ഒരുപാട് നിങ്ങൾ down ആയി നിൽക്കുന്ന സാഹചര്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് പോലും focus ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു concentration കാര്യങ്ങൾ ലഭിക്കുന്നില്ല. ഒരു കാര്യങ്ങളിൽ നിങ്ങൾക്ക് happiness കണ്ടെത്താൻ സാധിക്കുന്നില്ല. പൂർണ്ണമായിട്ട് നിങ്ങൾ ഒരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ അത് മനസ്സിലാക്കുന്നത് കൊണ്ട് വളരെ fast ആയിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് favorable ആയിട്ട് എല്ലാം ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് നിങ്ങളോട് തുറന്ന് പറയണം. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ആ ഒരു ബന്ധത്തിന്റെ ആ ഒരു structure എല്ലാം വീണ്ടും ഒന്ന് തിരികെ പിടിക്കണം എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി ഇവർ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ഉള്ളിലെ പ്രതീക്ഷ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, അല്ലെങ്കിൽ അവർ പൂർണ്ണമായിട്ടും നിങ്ങളെ ഉപേക്ഷിച്ചവരല്ല. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു connection വീണ്ടും ഒന്ന് rebuild ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്.
പരസ്പരം നിങ്ങൾ തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് എനർജി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സപ്പോർട്ട് പോലെ അവർ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സപ്പോർട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. ഇവരായിട്ട് തന്നെയാണ് നിങ്ങൾ ഇത്രത്തോളം ഒരു അഡിക്ഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അത് അവർക്ക് വ്യക്തമായി അറിയുകയും ചെയ്യാം. ഇവർക്കും നിങ്ങളോട് നല്ല രീതിക്ക് ഒരു അഡിക്ഷൻ ഉള്ള വ്യക്തികളാണ്. വളരെയധികം അട്രാക്റ്റഡ് ആണ്. പക്ഷേ ഇവർക്ക് ഏതോ ഒരു സമയത്ത് ഇവർക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം ഇവിടെ തെറ്റ് പറ്റിയെന്ന് പറയുമ്പോൾ പ്ലാനിങ്ങോട് കൂടി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയവരല്ല. ഇവർ എന്തോ ഒരു പ്രലോഭനത്തിലേക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ട്. അത് അവരുടെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു എന്നുള്ളത് അവർ തിരിച്ചറിയുന്നത് തന്നെയാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അത് നിങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു ഭയമാണ് അവരെ കൂടുതലായിട്ട് അലട്ടുന്നത്. പക്ഷെ ആ ഒരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ അനുഭവിക്കുന്ന വേദനകൾക്ക് ഒരു ശമനം വേണം, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ വരുത്തി തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ഒരു പ്രവൃത്തികൾ കാര്യങ്ങൾക്കൊക്കെ പൂർണ്ണമായിട്ട് ഒരു അവസാനം വേണം എന്നൊരു ചിന്താഗതിയോട് കൂടി വളരെ പെട്ടെന്ന് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സൺ നിങ്ങൾക്ക് മുന്നിലേക്ക് അവരുടെ ആ ഒരു കുറ്റബോധവുമായിട്ട് സറണ്ടർ ചെയ്യാൻ വളരെ അധികം സാധ്യതകൾ കാണിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും അവരുടെ ഇമോഷൻസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക. കുറച്ചൊരു കോംപ്ലക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ സഡൻ ആയിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന്, കാരണം ഇവിടെ മേജർ എനർജിയാണ് വന്നിരിക്കുന്നത്, വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുമുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ബന്ധത്തിൽ ഇനിയിപ്പോൾ പ്രശ്നങ്ങൾ എന്തൊക്കെ രീതിയിൽ ഉണ്ടായി എന്ന് പറഞ്ഞാലും അതിനൊരു നല്ല രീതിക്കുള്ള കോംപ്രമൈസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ ചാപ്റ്റർ, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് റിലേഷൻഷിപ്പിൽ വേണം എന്നും ആഗ്രഹിക്കുന്നവരാണ്. പരസ്പരം ആ ഒരു സ്നേഹം കൈമാറണം. സ്നേഹം മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യണം. ഒരു സമയത്ത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹൈഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നവരായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു ഹൈഡിങ് കാര്യങ്ങളൊക്കെ വന്നു നിൽക്കുന്നത്. എന്നാൽ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനും സന്തോഷകരമായ ഒരു പരിസമാപ്തിയിലേക്ക് ഈ ഒരു ബന്ധത്തെ കൊണ്ടുവരാനും അവരിപ്പോൾ സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് തന്നെ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നുണ്ട്. സ്വന്തം മനസ്സാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുക. നിങ്ങളുടെ ഇമോഷൻസിനും കുറച്ചധികം വാല്യൂ നൽകുക. കാരണം അവരുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ അവരോട് തന്നെ ആ ഒരു രീതിയിലാണ് പറയുന്നത്. ഈ ഒരു എന്താ പറയാ അകൽച്ചയ്ക്ക് ഒരു അവസാനം ഉണ്ടാകേണ്ട സമയമായി എന്നുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു എനർജിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ആണ്. അതായത് ചില വേദനകൾക്ക് പൂർണ്ണമായിട്ട് അവസാനം ഇവിടെ സംഭവിച്ചിട്ട് അവിടെ നിന്നും ഒരു ന്യൂ ബിഗിനിങ്. നിങ്ങൾ കാത്തിരുന്ന ആ ഒരു നിമിഷങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അവരൊരു അപ്പോളജിയുമായിട്ട് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. മാത്രമല്ല അവർ ഹൃദയം കൊണ്ട് എല്ലാ രീതിയിലും ഈ ഒരു സമയത്തോടകം തന്നെ നിങ്ങളോട് പലതവണ അപ്പോളജി പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പൊ അത് ഡയറക്റ്റ് തന്നെ നിങ്ങളിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ പെട്ടെന്ന് കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊമോഷൻ ആണത്, അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നത് ഏത് സ്റ്റേജിലാണോ അതിന്റെ നെക്സ്റ്റ് ഘട്ടത്തിലേക്ക്. നിങ്ങളൊരു ലവേഴ്സ് ആയിട്ട് മാത്രം നിൽക്കുന്നവരാണ്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് വരാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ചിലവര് നിങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആവാനും സാധ്യതകളുണ്ട്. അപ്പൊ നിങ്ങളുടേതായ ഒരു ബോണ്ടിങ്, ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് ഇതിനെ കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് സ്വപ്നം കാണുന്നത് പോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയും സ്വപ്നം കാണുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ടെലിപ്പതി കണക്ഷൻ ഇവിടെ നടക്കുന്നതായിട്ട് കാണാം. എന്ന് വെച്ചാൽ വളരെയധികം സോൾ കണക്ഷൻ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഡിവൈൻ കണക്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഡിവൈൻ കണക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ സ്പൈ ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, അവർക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ഒരു മുഖം വാടിയാൽ അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ഒരു ദേഷ്യം കാണിച്ചാലും സ്നേഹം കാണിച്ചാലും എന്താന്നുള്ളത് അവർക്ക് മനസ്സിലാവും. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് അവർ ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിക്ക്. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും അതൊരു ലിമിറ്റിൽ കൂടുതൽ ഹൈഡ് ചെയ്ത് തന്നെ കൊണ്ടുപോയിട്ട് ഇനി റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ ഹൈഡിങ്ങോട് കൂടി ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക, അങ്ങനെയല്ല. സത്യസന്ധമായ രീതിയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇവർ വരുന്നത്. കാരണം ഇതൊരു സൈക്കിൾ ആയിട്ട് അല്ലെങ്കിൽ അവരെ പിന്തുടരും എന്നൊരു ചിന്ത. അതായത് അവർ ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇത്രയും ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്നേഹം കൊടുക്കുന്ന നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോകുമ്പോഴേക്കും അവർക്കതൊരു മനസ്സമാധാനക്കേട് തന്നെയാണ്. അല്ലെങ്കിൽ എപ്പോഴും അവർ നിങ്ങളോട് കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് ഇവരിപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയിലും ആ ഒരു മ്യൂച്വൽ ഫീലിങ്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ അവരും വേദനിക്കുന്നുണ്ട്, നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പരസ്പരം ആ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ രണ്ടു പേർക്കിടയിൽ ആ ഒരു ഫീലിങ്സ് നമുക്ക് മ്യൂച്വൽ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്.
അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ സീക്രട്ട് ഫീലിങ്സ് നോക്കുമ്പോൾ നമുക്കിവിടെ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടി ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ടൊക്കെ ആ ക്ലൂസ് കൂടെ കണക്ട് ചെയ്ത് നോക്കുക. ചോതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ജെ എന്നൊരു ലെറ്റർ, 30, 44, കൊല്ലം, ട്രിവാൻഡ്രം, പി എന്നൊരു ലെറ്റർ, മൂലം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. രേവതി, ആലപ്പുഴ, ജനുവരി മന്ത്, സെപ്റ്റംബർ, ജൂലൈ, വി എന്നൊരു ലെറ്റർ, മാർച്ച്, 42, 30 ഡേയ്സ് കാണിക്കുന്നുണ്ട്, 30 ദിവസം, നവംബർ. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വയനാട് എന്നൊരു ഡിസ്ട്രിക്റ്റ് ആണ്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജിയും നിങ്ങളുടെ പേഴ്സന്റെ സിറ്റുവേഷനും എനർജി കാര്യങ്ങളെല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.